ഹലോ ഗൈസ്, ഊട്ടി വ്ലോഗിൻ്റെ പാർട്ട് 4 ആണ്. കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ നമ്മൾ അബാൻഡൻഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നു. നമ്മൾ തോടാ ടെമ്പിൾ അന്വേഷിച്ച് എന്നിട്ട് ആ ഒരു ഏരിയയിൽ ഫുള്ള് കാടാണ്. നോക്കിയപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ അവിടെ ഫുള്ള് കാടാണ്. അവരത് മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റത്തില്ല, കുറേ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെയും അവിടെ നിന്ന് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് വേറൊരു വഴി കണ്ടു, ഒരു ഡീവിയേഷൻ കണ്ടു. അപ്പം നമ്മൾ അതുവഴി പോയി. അതും ഒരു കാട് വഴി തന്നെയാണ്, മറ്റേ വഴിയുടെ ബാക്കിയായിട്ടുള്ളൊരു വഴിയാണ്. എങ്ങനായാലും നമ്മൾ ആ വഴി കൂടെ പോയിട്ട് തോടാ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് തോടാ ടെമ്പിൾ. അതാണെങ്കിൽ ബാമ്പു വെച്ചും ഗ്രാസ് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ആളുണ്ടായിരുന്നു. ആ ആൾ ഈ അമ്പലത്തിലെ ആളാണ്. ആൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ അവിടെ കാണുന്നില്ല ഈ കല്ല് കൊണ്ടുള്ള അത് ചെയർ പോലെ അവർ ഉണ്ടാക്കിയേക്കുന്നതാണ് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഉത്സവമൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് തോടാ ട്രൈബിൻ്റെ ടെമ്പിളാണ്. ഊട്ടിയിൽ 22 സ്ഥലങ്ങളിലായിട്ട് ഇവർ വ്യാപിച്ച് കിടപ്പുണ്ട്. പിന്നെ ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. എരുമപ്പാൽ കൊണ്ടാണ് പൂജ ചെയ്യുന്നത്, വിളക്കൊന്നും കത്തിക്കത്തില്ല. പിന്നെ സാറ്റർഡേയ്സിൽ മാത്രമേ പൂജ ഉണ്ടാവുള്ളൂ. അവിടെ ചെറിയൊരു വാതിൽ കണ്ടില്ല, അതിലേക്കൂടാണ് കയറാൻ പറ്റുന്നത്. ആണുങ്ങൾക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവർ എരുമയെ മേളിലായിട്ട് വളർത്തുന്നുമുണ്ട് എരുമപ്പാലിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വളരെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി അവിടെ ചെന്ന് അത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ. അതേപോലെ തന്നെ പുള്ളിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമായിരുന്നേ. പിന്നെ നമ്മൾ അവരുടെ എരുമ വളർത്തുന്ന സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഇന്ന് ഊട്ടി സ്റ്റേ ചെയ്യുന്നില്ലെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. എന്തായാലും പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുവാണെങ്കിൽ നിൽക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. എനിക്ക് തോന്നുന്നു കൂണൂരായിരുന്നു ഈ സ്ഥലമെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തന്തൂരി ചിക്കനാണ് പറഞ്ഞത്. അവിടുത്തെ തന്തൂരി ചിക്കൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു റൈസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം ക്യാമ്പ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ അത് മാറ്റി. ഊട്ടിയിൽ സ്റ്റേ നോക്കിയിട്ടൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നില്ല. അതുകൊണ്ട് ക്രിസ്മസ് ആയിരുന്നല്ലോ അന്ന്, അതുകൊണ്ട് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും കോട്ടഗിരി വഴി പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കൊക്കെ നമ്മൾ സ്റ്റേ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. മിക്കയിടത്തും ഫുള്ളായിരുന്നു, എങ്ങും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ വഴി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സീനിക് റൂട്ടാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കട്ടൻ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അടുത്ത വ്ലോഗിൽ പറയാം. ബായ്.